ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു കിഡു ആയിട്ടാണ്. കിഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളായിട്ട് ഞാൻ പലതും ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ചൊരു സാധനത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ റൂഫ് ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിനകത്ത് വരുന്ന ഒരു ക്യാബിൻ ലൈറ്റിന് നല്ല വെട്ടം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതായത് പ്രത്യേകിച്ച് ക്യാബിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം നോക്കാനോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് വളരെ വെട്ടക്കുറവായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ക്യാബിനകത്ത്. പക്ഷേ അതേ സ്ഥാനത്ത് ക്യാബിനകത്തുള്ള വെട്ടം നല്ല കിഡു ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരുപാട് ലൈറ്റുകൾ തപ്പി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഞാൻ വന്നെത്തിയിരിക്കുന്നത് ഈ ഒരു ലൈറ്റിലാണ്. അതായത് നമ്മുടെ മോക്കോയുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള അൾട്രാ ഹൈ വിഷൻ LED ആണ് ഇപ്പം നമ്മുടെ കയ്യിരിക്കുന്നത്. നല്ല കിഡു സാധനമാണ്. ഞാൻ നോക്കിയ ലൈറ്റ്സും കൂടി ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ നോക്കിയിരിക്കുന്ന എല്ലാ ലൈറ്റുകളും നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. അതായത് ഏതൊക്കെ ടൈപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ ഒരു ടൈപ്പ്, ഇത് പലർക്കും കോമൺ ആയിട്ട് കാണുന്നൊരു ടൈപ്പാണ്, അധികം വിലയുള്ള ഐറ്റം അല്ല. എന്നാൽ അതിൻ്റെ അടുത്ത മോഡലത് ഇതും പോരാ. ഇത് പിന്നെയും കുഴപ്പമില്ല, അത്യാവശ്യം വെട്ടമുണ്ട്. ഇത് നല്ല അടിപൊളി വെട്ടമുണ്ട്, എന്നാൽ ഇതിലും വെട്ടമുള്ള സാധനമാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഈ കാണിച്ചതിലൊക്കെ വെച്ച് കുറച്ചുകൂടെ വെട്ടമുള്ള മോഡൽ. അപ്പം ഇത്രയും മോഡൽസ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് അവസാനം കൺക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ മോക്കോ. അപ്പോൾ വിലയും നിങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും, ചെറിയ വിലയൊന്നും ആയിരിക്കത്തില്ല, മോക്കോ അല്ലേ? അതെ, വില കുറച്ച് കൂടുതലാണ്. വിലയും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈസും കൂടെ ഒന്ന് നോക്കാം. ഇതിന് 999 ആണ് വരുന്നത്, 999 രൂപയാണ് വരുന്നത്. 999 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ റേറ്റിന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിത് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. ഏതായാലും ഇത് ഏറ്റവും പുതിയ മോഡലാണ്. മോക്കോയുടെ ഓൺലൈൻ സൈറ്റിൽ പോലും ഇത് അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഇതെങ്ങനെയാണ്? ഞാനും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കുകയാണ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് അതേ കട്ട് ചെയ്യാണ്. യെസ്, ഇതേണ്ടേ നമുക്ക് കാണാൻ സാധിക്കും, തുറന്ന് വരികയാണ് ഗൈസ്. അപ്പോൾ 2 കണക്റ്റേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ ഏത് കണക്ടർ വേണ്ട നമുക്ക് യൂസ് ചെയ്യാം. ഇത് സാധാരണ നമ്മുടെ കണക്ടർ വരുന്നത്, ഇത് ഏകദേശം ഒരു T10 കണക്ടറാണ് വരുന്നത്. അപ്പോൾ 2 കണക്റ്റേഴ്സ് വരുന്നുണ്ട്. ഇനി ഞാൻ ലൈറ്റും ഇങ്ങെടുത്ത് ഈ കവർ ഞാൻ ജസ്റ്റ് ഒന്ന് താഴ്ത്തിടുകയാണ്. വാവ്, കിഡു വേണ്ടേ, നല്ല കിടുക്കോസ്കി ഐറ്റമാണ്. അപ്പോൾ ഇതിൽ ഏകദേശം 8 LEDs വരുന്നുണ്ട്. മൊത്തം 8 LED വരുന്നുണ്ട്. മോക്കോ എക്സ്ക്ലൂസീവ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനൊരു കണക്ടറാണ് വരുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു കണക്ടറുണ്ട്, മേളിലൊരു ടേപ്പും കൊടുത്തിട്ടുണ്ട്, അതായത് നമുക്കിത് ഒട്ടിച്ച് വെക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ കണക്ടറിൻ്റെ കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇതും ശരിക്കും നമ്മുടെ റൂഫ് ലാമ്പിലോട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് ഇത് സ്പ്രിങ് ആണ് വരുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ വെള്ളം വയ്ക്കാം. ഇതിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടോ, 2 കണക്റ്റേഴ്സാണ് വരുന്നത്. ഓക്കെ, ഈ 2 കണക്റ്റേഴ്സ് ഇതിങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. യെസ്, ഇതിങ്ങനെയാണ്. ഇത് റൈറ്റും തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടത് കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും. ഇതിന് പ്ലസും മൈനസും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാധാരണ മോക്കോയുടെ ഞാൻ നേരത്തെ കാണിച്ചൊരു പാർക്ക് ലൈറ്റ്, അതായത് T10 എന്ന് പറഞ്ഞൊരു പാർക്ക് ലൈറ്റിന് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും കുഴപ്പമില്ലായിരുന്നു. ഇതങ്ങനെയാണോ എന്നറിയില്ല. നമുക്ക് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വാഹനത്തിൽ ഇതൊന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഊരിയെടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൈനസ് അങ്ങനത്തെയൊക്കെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പുഷ് ചെയ്യുന്നത് പലപ്പോഴും ഇവിടെയൊക്കെ പാട് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പ്ലാസ്റ്റിക് ടൂൾസ് തന്നെ ഇതിന് വേണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന് വേണ്ടി മാത്രമല്ല, നമുക്ക് അത്യാവശ്യം സ്റ്റീരിയോസൊക്കെ അഴിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റഡ് ആയിട്ടുള്ള പോർഷൻ നേരെ ഇവിടെ ഒരു ചെറിയ ഗ്രൂ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂവിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തോട്ട് വരും. ഓക്കെ, ഇവിടെ ഒരു ഗ്രൂ അതുപോലെയുണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവനിങ് പുറത്തോട്ട് ഊരിയെടുക്കാം. ഓക്കെ, ഞാൻ ഇത് ഊരിയെടുത്തു. ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യാം, അത്യാവശ്യം ചൂടായിരിക്കും, ചെറിയ ഹീറ്റുണ്ട്. യെസ്, അപ്പം നേരത്തെ ഈ വാഹനത്തിലുണ്ടായിരുന്ന ലൈറ്റാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം വെട്ടമുണ്ട്, വെട്ടം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, വെട്ടമുണ്ട് അത്യാവശ്യം. എന്നാൽ ഈ പുതിയ മോഡൽ ഇടുന്ന സമയത്ത് നല്ല കിടുക്കനായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ ഈ ലൈറ്റിൻ്റെ പുറത്ത് സൂട്ടാക്കാൻ പറ്റുമോ നോക്കാം.
ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഗ്യാപ്പിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നോളും, കുഴപ്പമില്ല. പിന്നെ ഇത് ഓവറായിട്ട് ചിലപ്പം ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് ഇതിലോട്ട് തന്നെ പ്രസ് ചെയ്ത് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മേളത്തെ പോർഷനിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. ഒട്ടിക്കാൻ വേണ്ടി ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഞാനതിൽ ഒട്ടിക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. തൽക്കാലം ഞാൻ ഇങ്ങനെ ഇതിപ്പം കറക്റ്റ് ഇതിൻ്റെ പുറത്തോട്ട് സീറ്റ് ആകുന്ന പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ രീതിക്ക് ഒന്ന് വെച്ച് നോക്കാൻ പോവാണ്. ആദ്യം ഞാനിതൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം തിരിച്ചും മറിച്ചും കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പം നമ്മുടെ ഈ ലൈറ്റ് ഞാനൊന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്, കാരണം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇത് കണക്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ 2 പോയിൻറ്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊന്ന് കംപ്രസ് ചെയ്ത്, അതായത് ഇതിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇടാൻ വേണ്ടി പോവുകയാണ്. അതായത് നോക്കിക്കോണം, ഞാനത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക, കണ്ടോ, പ്രസ് ചെയ്ത് ഇങ്ങനെ അടുത്തോളും. അപ്പോൾ ഞാൻ ഒരു പോർഷനിൽ ഇത് വെച്ചുകൊണ്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഞാൻ അങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് തിരിച്ചും മറിച്ചും കൂടെ ഒന്ന് ഇട്ട് നോക്കാം. ഇപ്പം ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഇത് കണ്ടോ, ഞാനിപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അറിയത്തില്ല, കണ്ടിട്ട് നല്ല വെട്ടമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഞാനൊന്ന് ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ്. യെസ്, ഓ നല്ല അടിപൊളി ലൈറ്റ് എന്ന് പറയുന്നത്, നല്ല അടിപൊളി ലൈറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല കിടുക്കോസ്കി ലൈറ്റാന്ന് പറയാം, കിടുക്കോസ്കി ലൈറ്റാന്ന് പറയാം. കാരണം ഭയങ്കര വെട്ടമാണ് കേട്ടോ. നേരത്തെ ഇതിനകത്ത് ഇരുന്ന ലൈറ്റിൻ്റെ വെട്ടം ഞാൻ ഒന്ന് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇനി ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. കാരണം തിരിച്ചിട്ടാൽ കത്തുമോ ഇല്ലയോ എന്നറിയണില്ല. ഞാനിപ്പോൾ നേരെ തിരിച്ചു, ഒന്നുകൂടെ ഞാൻ കൊണ്ടിടുകയാണ്, ഓഫ് ചെയ്തു. കണ്ണ് കാണാൻ മേല വെട്ട അടിച്ചിട്ട്. ഓക്കെ, ഞാൻ കയറ്റി ഇട്ടില്ല. യെസ്, കയറ്റി ഇട്ടു. ഇനി ഓൺ ചെയ്തിട്ട് ഓൺ ആകുകയാണെങ്കിൽ ഈ സംഗതി തിരിച്ചും മറിച്ചും ഇടാമെന്നാണ് എൻ്റെ അർത്ഥം. യെസ്, അപ്പോൾ അത് കത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചും എങ്ങനെ വേണമെങ്കിലും ഇടാൻ സാധിക്കും. ഇനി നമ്മുടെ ഈ ഒരു ലൈറ്റും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇട്ട് കാണിച്ചു തരാം. തിരിച്ചും മറിച്ചും ഇട്ട് കഴിഞ്ഞാൽ ഇത് കത്തോ ഇല്ലയോ എന്നും കൂടെ ഞാൻ എല്ലാവർക്കും ഒന്ന് കൺഫേം ആക്കി തരാം. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഞാൻ ജസ്റ്റ് ഇത് ഓൺ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, കത്തി. ഞാൻ തിരിച്ച് വെക്കുകയാണ്. കത്തി. അപ്പോൾ ഇതും അടിപൊളി ലൈറ്റ്, അതായത് കുറച്ച് വാല്യൂ ഫോർ മണി ലൈറ്റ് തന്നെയായിരുന്നു. ഇനി ഞാൻ എൻ്റെ ഇരിക്കുന്ന ഒരു മോഡലും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു മോഡലും കൂടെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. കത്തി, തിരിച്ചൊന്നിടം വെച്ചു, കത്തി. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന എല്ലാം നല്ല മോഡൽസ് അല്ലേ. ഞാൻ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചു. അടുത്തത് കത്തി, ഇത് തിരിച്ചപ്പോൾ കത്തുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലോക്കലാണ്. ഓപ്പണായിട്ട് പറയാം, ലോക്കലാണ്. എനിക്കൊന്ന് ഇതിനെങ്ങാണ്ട് 100 രൂപ റേഞ്ചിനകത്ത് എങ്ങാണ്ടേ ഉള്ളൂ. എനിക്ക് ക്യാൻവസ് വരുന്ന മോഡൽ കുറച്ച് കൂടിയൊരു ഐറ്റമാണ്. ഇതും ഭയങ്കര വെട്ടമാണ്, നല്ല കിടുക്കം വെട്ടമാണ്. ഇതും തിരിച്ചും മറിച്ചും വർക്ക് ചെയ്യും. അപ്പോൾ ഓക്കെ, ഞാൻ ഏതായാലും ഈ ഒരു യൂണിറ്റ് ഒന്ന് ജസ്റ്റ് തിരിച്ച് അതുപോലെ തന്നെ ഒന്ന് ഫിറ്റ് ചെയ്യുകയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം, അതായത് തിരിച്ചോ മറിച്ചോ എങ്ങനെ വേണമെങ്കിലും ഫിറ്റ് ചെയ്തു. ഇതിൽ ഏകദേശം സെലീറോയുടെ എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഇതിനകത്ത് കറക്റ്റ് ഇരുന്നോളും. അപ്പോൾ ലൈറ്റ് ഇതിനോട്ട് മുട്ടുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മുട്ടുന്നുണ്ടെങ്കിൽ ഞാൻ മേലെവിടെയെങ്കിലും ഒട്ടിച്ച് വയ്ക്കാനുള്ള പ്ലാനാണ്. പക്ഷേ ഇതിപ്പം വലിയ കുഴപ്പമില്ല എന്നെനിക്ക് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ ഒന്ന് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ദിവസത്തെ ഫീഡ്ബാക്കും കൂടെ നോക്കിയിട്ട് ഞാൻ കൺഫേം ആയിട്ട് ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയിലാണെങ്കിലും ഞാൻ കാണിക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. ഏതായാലും സംഗതി നല്ല വെട്ടമാണ്. രാത്രിയിലത്തെ ഇതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് രാത്രി എങ്ങനെയുണ്ട് ഈ വെട്ടമെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനൊരു 3-4 ദിവസം ഒന്ന് യൂസ് ചെയ്ത് നോക്കി രാത്രിയൊക്കെ. എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. ഏതായാലും ഞാനൊന്ന് വാഹനം അൺലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ലോക്കായിപ്പോയി. ഇപ്പം അൺലോക്ക് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വെട്ടം എങ്ങനെയുണ്ടെന്നുള്ളത്. യെസ്, നല്ല കിടുക്കാച്ചി വെട്ടമാണ്, കണ്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾക്കിപ്പോൾ എന്നെ കാണാൻ സാധിക്കുന്ന ഈ വാഹനത്തിനകത്തുള്ള ലൈറ്റ് കൊണ്ടാണ്. ഞാൻ ജസ്റ്റ് ഡോറൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഈ വാഹനത്തിൻ്റെ ലൈറ്റ് ഒന്ന് ഞാൻ ഓഫ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നതും ഈ ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്നൊരു വെട്ടം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല കിടു ലൈറ്റ്, നല്ല കിടുവാണ്. വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല, മോക്കോയുടെ സാധനം എനിക്ക് എപ്പോഴും, കാരണം മോക്കോയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, നല്ല കിടുക്കൻ സാധനം തന്നെയാണ്. ഇനിയിപ്പോൾ ബാക്കിലിരിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയേക്കാം. യെസ്, നമ്മുടെ ബാക്ക് സൈഡിലെ ഒരു വ്യൂവും കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ടിലത്തെ ലൈറ്റ് കാരണം നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക്, അത്യാവശ്യമല്ല നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് ഫ്രണ്ടിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നോക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ചിലരെങ്കിലും പറയുമായിരിക്കും ഇത്രയും വെട്ടം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക്, ആവശ്യമുള്ളവർക്ക് മാത്രം ഇത് മേടിക്കാം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, കാരണം ചിലർക്ക് വെട്ടം ഒട്ടും ഇതിനകത്ത് ഉണ്ടാകുന്ന ഇഷ്ടമല്ല. പിന്നെ ഒരു കാരണവശാലും വാഹനം ഓടിക്കുന്ന സമയത്ത് ഞാൻ ഈ ലൈറ്റ് ഓൺ ചെയ്ത് വാഹനം ഓടിക്കാൻ റെക്കമെൻഡ് ചെയ്യാറില്ല.
ഒരു കാരണവശാലും ചെയ്യത്തില്ല. ഞാനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ലൈറ്റ് ഓൺ ചെയ്യരുത്. കാരണം ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കണ്ണിലോട്ട് ഈ ലൈറ്റ് അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളൊക്കെ ചിലപ്പോൾ ശ്രദ്ധ തെറ്റാനും ഒക്കെ ഉള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും രാത്രി ഈ ലൈറ്റ് ഇട്ട് ഓടിക്കാൻ പാടില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് നമ്മളൊരു ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ നോക്കാനൊക്കെ ആണെങ്കിലും കറണ്ട് കൺസപ്ഷനൊക്കെ വളരെ കുറവാണ്. 8 വാട്ട്സ് മാത്രമാണ് വരുന്നത്. ഇത് ശരിക്കും പ്യൂർ വൈറ്റ് അല്ല. പ്യൂർ വൈറ്റ് എന്ന് പറയുമ്പോൾ 6000 കെൽവിൻ ആണ്. ഇത് ശരിക്കും 5000 കെൽവിൻ ആണ് വരുന്നത്. 5000K എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പം പ്യൂർ വൈറ്റ് അല്ല, ഏകദേശം വാം വൈറ്റിൻ്റെ ആ ഒരു സെയിം ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ഏതായാലും നല്ല അടിപൊളിയാണ് സാധനം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാൻ സാധിക്കും. ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. സാധനം ഞാൻ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും.